ഓട്ടോ ഓട്ടോ ഒന്ന് വേഗം വേണം. അമ്മ വേഗം പോണം, വേഗം പോകണ്ട, വേഗം വിട്ടോ. പോയല്ല അമ്മ ഇനി എന്ത് ചെയ്യും? വിട്ടോടാ പുറകെ. ഒന്ന് വേഗം വിടോ. സീനിൽ വിടാതെ എങ്ങനെയാ സാറേ? നാശം അവമാനിക്ക് എത്തി. വേഗം ഇറങ്ങി ഓടിക്കോ. എടാ അലവലാതിലുണ്ടല്ലോ അരിയും കൂട്ടരും ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവന്മാര് കണ്ടാ കുഴപ്പമാണ്, നാട്ടിൽ മുഴുവൻ പാട്ടാക്കും. അത്രേ ഉള്ളൂ. അവന്മാരെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ വിട്ടോ. അങ്ങോട്ടേ എന്താ എന്താ? ഞങ്ങളുടെ നാട്ടിലെ രണ്ടെണക്കുരു വെളിവിലെ പോകുന്നാണ്ടാ. എന്തിനാ? നാട്ടിൽ ചെന്ന് പറഞ്ഞ് നാട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാനാ. ആഹാ, ഇതിലെ പോയിട്ട് ഇതിലേ വാ കണ്ടാടങ്ങനെ അങ്ങോട്ട് പോയി മണ്ണിലടിയിലോട്ട് പോയി. ഇതിലെ പോയിന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ല? കണ്ടില്ലേ? അവിടെ എവിടെ? ഇത് പെശകാണെന്നാണ് തോന്നുന്നത്. ദേ നിൽക്കുന്നു. എവിടെ? തുടങ്ങാം. ഞങ്ങളുടെ കളരി നാടനാണേ, രക്ഷിക്കണേ. എന്താടാ ഞങ്ങൾക്ക് തൊഴിലറിയാമെന്ന് വിചാരിച്ചോ? നാടൻ കയ്യാണെന്ന് നോക്കണ്ട. 90 ദിവസം ചുമച്ചില്ലെങ്കിൽ ചോദിച്ചോ. പറഞ്ഞു കൊടുക്കണ. നീ എന്തിനാ ചുമക്കുന്നേ? ഇതുപോലെ ചുമക്കുമെന്ന് പറഞ്ഞു കൊടുക്കും. അയ്യോ എന്റെ വാരിക. നമസ്കാരം. ഇൻസ്പെക്ടറെ കണ്ടിട്ട് പേടിയാവണം. ഉരുട്ടോ വല്ലതും ചെയ്യോ വടച്ചോനെ? ഉരുട്ടാനാണ് നേരത്തെ ഉരുട്ടാന്. നീ ചുമ്മാ ഒരു തന്നെ നിപ്പ് കണ്ടില്ലേ? ഇവിടെ സ്ഥിരതാമസമാക്കിയാ കൊള്ളാന്നുള്ള മട്ട. കവിത അച്ചടിച്ചു വന്നപ്പോ അവന്റെ വയറ് നിറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടെന്ന്.
ഇപ്പൊ അനുഭവിച്ചോ? പാപ്പാടെ മുഖത്തിന് എങ്ങനെ നോക്കും? നമ്മൾ എവിടെയായിരുന്നു ചോദിച്ചാൽ എന്തെന്ന് പറയും? വെളിക്കിരിക്കാൻ പോയതാണെന്ന് പറയണം. ഒരു രാത്രി മുഴുവനുമാ. ഒരു മരമണ്ടൻ. നാളെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോട് എന്ത് പറയും? അമ്മ ആകെ വിഷമിക്കുന്നുണ്ടാവും. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കുശുകുശിക്കാണ്ട് എന്നോടും കൂടെ പറയാടാ. എവിടെയായിരുന്നു ഇതുവരെ? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഉണ്ണിയുടെ കവിത പ്രസിദ്ധീകരിച്ചു. പത്രം ഓഫീസിൽ ചെന്നപ്പോ ഉണ്ണിക്ക് അവർ സ്വീകരണം കൊടുത്തു. അതാ ഇന്നലെ വരാൻ പറ്റാഞ്ഞത്. ആണോ മോനെ? അതെ പാപ്പ, എന്തൊരു സ്വീകരണമായിരുന്നു. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയല്ലേ അവര് ഞങ്ങളെ സ്വീകരിച്ചത്. രാത്രിയിൽ നിങ്ങൾ ഇത് എവിടെ കഴിഞ്ഞ്? രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലാണ് ഞങ്ങളെ കിടത്തിയിരുന്നത്. കാവലിലൊക്കെ പോലീസുകാരായിരുന്നു പാപ്പ. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര കൊതു. അല്ല ഹരി? അതെ അതെ, ഇവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലേക്ക് വാ, അപ്പം കാത്തിരിക്ക. കട്ടതെങ്ങനെ കണക്കറിയാനല്ലേ? വന്നാലും പോയാലും 100 തേങ്ങ. അതിന്റെ കാശ് ഞമ്മള് തന്നോളാം. താ പോടോ. എന്നാലും നമ്മുടെ മോനിങ്ങനെ സ്വീകരണം കിട്ടിയല്ലോ. മോൻ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുതിയ SI വന്ന് ചാർജ് എടുത്തു. എപ്പോ? കുറച്ചേരമായി. കുഴഞ്ഞു. ആള് വലിയ ചൂടനാണെന്ന് തോന്നുന്നു. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ. പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ? അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? പണ്ടാരക്കാല അമ്മയെ ചവിട്ടി നിന്റെ കാല് പുഴുത്തു പോകൂടാ. പുഴുക്കും പൊയ്ക്കോളുന്നല്ലേ ഇവിടുന്ന്. അമ്മച്ചി, അമ്മച്ചി, കരയാതെ കരയാതെ, എഴുന്നേറ്റെ. പതുക്കെ. ആഹാ, അത് കൊള്ളാം. എന്താ അമ്മച്ചി കാര്യം? എന്റെ പൊന്ന് സാറേ, ഞാൻ പെറ്റ മോനവൻ. അവന്റെ കൊമ്പറന്നവരുടെ വാക്ക് കേട്ട് എന്നെ ചവിട്ടി പുറത്താക്കിയിരിക്കുക. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ചോദിക്കാം. എന്താ മോന്റെ പേര്? ധർമ്മപുത്രൻ. ധർമ്മപുത്രർ, നല്ല പേരാണല്ലോ. പക്ഷേ പ്രവൃത്തിയിൽ മാത്രം അതില്ല അല്ലേ?
ഇരുന്നേക്കടാ. ബെൽറ്റ് കേട്ട്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നു. ഇവനെ ധർമ്മപുത്രരെ ഇവന്റെ അമ്മായി അമ്മയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ ആർക്കും രണ്ട് പക്ഷമൊന്നുമില്ലല്ലോ. നടക്കടാ.